Hello, my dear students. This chapter we are going to study is Know the Plant World Closely. That is part 1 of the 5th standard. The vacation is over. How exciting it is to go to school with an umbrella. അപ്പോൾ അവധിക്കാലമൊക്കെ കഴിഞ്ഞു പിന്നെ സ്കൂളിലേക്കൊക്കെ പോവുകയാണ് കുടയും ചൂടിയിട്ടൊക്കെയാണ് സ്കൂളിലേക്ക് പോണത് പ്ലേയിങ് ഇൻ ദ റെയിൻ മഴയത്തൊക്കെ കളിച്ചിട്ട് വെൻ ഡു യു വേക്ക് അപ്പ് ടുഡേ ഇന്ന് എന്ന് എണീറ്റത് ഡിഡ് യു ടേക്ക് ഇനഫ് ഫുഡ് ബിഫോർ കമ്മിങ് ടു സ്കൂൾ സ്കൂളിലേക്ക് വരണ മുമ്പ് ആവശ്യത്തിന് ആഹാരമൊക്കെ കഴിച്ചോ വാട്ട് ഡിഡ് യു ഈറ്റ് ടുഡേ ഇന്ന് എന്താ നിങ്ങൾ ഭക്ഷണം കഴിച്ചത് ട്രൈ ടു റൈറ്റ് ഇറ്റ് ഡൗൺ ഇതൊക്കെ നിങ്ങൾ സ്കൂൾ ബുക്കിൽ എഴുതുക വിച്ച് among these food items do you get from plants ഇതിൽ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമുക്ക് പ്ലാന്റ്സിൽ നിന്നും ചെടികളിൽ നിന്നും ലഭിക്കുന്നത് The picture show diverse food materials. അപ്പോൾ ഈ പിക്ചറിൽ നമുക്ക് പലതരത്തിലുള്ള ഭക്ഷ്യസാധനങ്ങൾ കാണാൻ കഴിയും. From where do we get them? ഇതൊക്കെ എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? All our parts of plants are in there. അല്ലേ പ്ലാന്റ്സിന്റെ ചെടികളുടെ ഓരോ ഭാഗമാണ് അത് ഓരോന്നും. Are you able to identify these plants? നിങ്ങൾക്ക് ഈ പ്ലാന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? Tabulate them down in your science diary. ഇതൊക്കെ നിങ്ങൾ എവിടെ എഴുതേണ്ടത്? നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതുക. Root. Do we use only the leaf of amaranthus for our food? അല്ലേ ചീരയുടെ ഇല മാത്രമാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാവൻറ്റ് യു സീൻ കോളിഫ്ലവർ വിച്ച് പാർട്ട് ഓഫ് ഇറ്റ് ഡു വി ഈറ്റ് കോളിഫ്ലവർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അതിന്റെ ഏത് ഭാഗമാണ് നമ്മൾ ഭക്ഷ്യമായി ഉപയോഗിക്കുന്നത് എക്സ്പാൻഡ് ദ ടേബിൾ ബൈ ആഡിംഗ് ദ നെയിംസ് ഓഫ് പ്ലാന്റ്സ് ഹു സ്റ്റെംസ് ആൻഡ് ഫ്ലവേഴ്സ് വി യൂസ് ആസ് ഫുഡ് അപ്പോൾ ഇതിലെ ടേബിളിൽ എന്താണ് പ്ലാന്റ്സിന്റെ നെയിംസ് വന്നിട്ടുണ്ട് അതിന്റെ സ്റ്റെമ്മും ഫ്ലവേഴ്സും ഫുഡായിട്ട് യൂസ് ചെയ്യണത് ഏതൊക്കെയാണെന്ന് എഴുതുക when we use parts of the plants for food the edible part of the plant is different അതായത് പ്ലാന്റ്സിന്റെ പല ഭാഗങ്ങളും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതിൽ ഭക്ഷ്യയോഗ്യമായ ഓരോന്നും വ്യത്യസ്തമാണ് ഡു ഓൾ പ്ലാന്റ്സ് ഹാവ് എഡിബിൾ പാർട്സ് എല്ലാ ചെടികൾക്കും എഡിബിൾ ആയിട്ടുള്ള പാർട്സ് ഉണ്ടോ ഒബ്സർവ് ദ പിക്ചേഴ്സ് പിക്ചറിൽ എന്താ തന്നിരിക്കുന്നത് പെപ്പർ കുരുമുളക് ക്ലൗസ് ദാറ്റ് ഈസ് ഗ്രാമ്പൂ മഞ്ഞൾ ടർമറിക് ജിഞ്ചർ ഇഞ്ചി കാർഡമം ഏലം ഇതൊക്കെയാണ് ഇതിൽ തന്നിരിക്കുന്നത് വി മേക്ക് യൂസ് ഓഫ് പ്ലാന്റ്സ് ആസ് സ്പൈസസ് മെഡിസിൻസ് ആൻഡ് ഫോർ മെനി അതർ പർപ്പസസ് അല്ലെ സ്പൈസസ് സുഗന്ധവ്യഞ്ജനങ്ങളായിട്ടും മരുന്നായിട്ടും പല തരത്തിലും നമ്മളത് ഉപയോഗിക്കാറുണ്ട് ലുക്ക് അറ്റ് ദ പിക്ചർ കോമൺ പ്ലാന്റ്സ് ലൈക്ക് ആടതോട കറി ലീഫ് പ്ലാന്റ് ലൈക്ക് ഹൈബിസ്കസ് ദെൻ കുറുന്തോട്ടി കോമൺ സിഡ പനിക്കൂർക്ക തൈം നീം ആൻഡ് ടച്ച് മീ നോട്ട് ആർ ഷോൺ ഇൻ ദ പിക്ചർ അപ്പൊ ഈ പിക്ചറിൽ ഏതൊക്കെ ചെടികളാണ് കാണിച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് ആടതോട ദെൻ കറി ലീഫ് പ്ലാന്റ് ദെൻ hibiscus, kurundoti, then panikurka, neem and touch me not are the plants shown in the picture. Spot out the plants from your surroundings and tabulate their uses in the science diary. Can we imagine a world without a ചെടികളില്ലാത്ത ഒരു ലോകം നമുക്ക് ചിന്തിക്കാൻ തന്നെ സാധിക്കുകയില്ല അല്ലെ ഓൾ ആനിമൽസ് ഡിപ്പെൻഡ് ഓൺ ദ പ്ലാന്റ്സ് ഫോർ എല്ലാ ആനിമൽസും എന്താണ് എല്ലാ മൃഗങ്ങളും എന്താണ് പ്ലാന്റ്സിലാണ് ഡിപ്പെൻഡ് ചെയ്യണത് ചെടികളിലാണ് ഡിപ്പെൻഡ് ചെയ്യണത് എന്തിനു വേണ്ടിയിട്ട് ഫുഡിന് വേണ്ടിയിട്ട് ഫോട്ടോസിന്തസിസ് ദാറ്റ് ഇസ് ദ മെയിൻ പാർട്ട് പ്ലാന്റ്സ് അബ്സോർബ് വാട്ടർ ത്രൂ ദയർ റൂട്ട്സ് അപ്പൊ പ്ലാന്റ്സ് എങ്ങനെയാ വെള്ളം കുടിക്കുന്ന വേരുകൾ കൂടെയാണ് വെള്ളം അബ്സോർബ് ചെയ്യുന്നത് ദിസ് വാട്ടർ കണ്ടെയ്ൻ വേരിയസ് മിനറൽസ് വി ഓൾ നോ ദാറ്റ് വാട്ടർ വിൽ ബി ഹാവിംഗ് വേരിയസ് മിനറൽസ് കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ് പ്ലാന്റ്സ് ഓൾസോ അബ്സോർബ് what all else it absorb carbon dioxide from the atmosphere through minute pores present in the leaves അപ്പോൾ ലീവ്സിൽ പ്രസന്റ് ചെയ്ത മൈന്യൂട്ട് പോഴ്സിലൂടെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുന്നത് all these are done for preparing the food ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ടേക്ക് പ്ലേസ് ഇൻ ദ ലീഫ് അപ്പോൾ ഇത് പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ടേക്ക് പ്ലേസ് ഇൻ ലീവ്സ് ഇറ്റ് അബ്സോർബ് വാട്ടർ ഫ്രം ദ റൂട്ട്സ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ ത്രൂ ദ ഏതിലൂടെയാണ് ഫ്രം ദ ലീവ്സ് പ്രസന്റ് മൈന്യൂട്ട് പോഴ്സ് പ്രസന്റ് ഇൻ ദ ലീവ്സ് ദിസ് പ്രോസസ്സിന് എന്താ നമ്മൾ പറയുന്നത് ഫോട്ടോസിന്തസിസ് സൺലൈറ്റ് ആൻഡ് ദ പിഗ്മെന്റ് പ്രസന്റ് ഇൻ ദ ലീവ്സ് സൺലൈറ്റും പിന്നെ എന്തും കൂടി ഉണ്ട് ലീവ്സിൽ ഒരു പിഗ്മെന്റ് പ്രസന്റ് ചെയ്തിട്ടുണ്ട് അല്ലെ എന്താ പിഗ്മെന്റ് പേര് ക്ലോറോഫിൽ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ് essential for photosynthesis. The product of photosynthesis. What is the product of photosynthesis? It is glucose. Glucose is the product of photosynthesis. Oxygen is also formed along with this and is released during the daytime. So oxygen is released during the daytime and carbon dioxide it is released during the night time. The glucose formed through photosynthesis is converted into starch. Plants prepare their own food and hence they prepare their own food and it is known as the autotrophs. But complete the box. Carbon dioxide, water, in the presence of sunlight and chlorophyll. What we get? We get glucose and oxygen. That is carbon dioxide plus water and sunlight and chlorophyll. We get glucose and oxygen. How do plants get carbon dioxide? To find out that we have to do one activity. Peel off a little of the outer layer from the lower side of a betel leaf or taro leaf. Dip the layer in dilute stain. What we have to do? ആദ്യം എന്താ ചെയ്യേണ്ടത് a little of the outer layer from the lower side of the betel leaf or taro colocasia ആ ലീഫ് വന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിന്റെ ലോവർ സൈഡ്
layer ആക്കി മാറ്റുക. എന്നിട്ട് അതിലെ സ്റ്റെയിനിലേക്ക് ഡൈല്യൂട്ട് ചെയ്ത് വെക്കുക. പിന്നെ this layer, it is being kept on the glass slide using the point brush. Only after staining we can observe through the microscope. Observe this through a microscope. Don't you see pores in the leaves? When we observe these leaves on the microscope, we can see pores, the small dots on the leaves. Stomata. Plants absorb carbon dioxide and release oxygen during photosynthesis. The plants absorbs what all it absorbs? Carbon dioxide and release the oxygen during photosynthesis in the presence of sunlight. This gaseous exchange take place through small pores in the leaves. Gaseous exchange, it take place through the small pores. These pores are called the stomata. They are also release water from plants to the atmosphere. Plants, what all it do? It absorb carbon dioxide and release oxygen during photosynthesis. Gaseous exchange take place in the leaves. Then this pores, the pores which is present in the leaves, it is known as the stomata. And they also release ഫോട്ടോസിന്തസിന്റെ സമയത്താണ് അവർ എന്ത് കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യണതും അപ്പൊ എന്ത് ഓട്ടോമാറ്റിക് എന്താവും ഓക്സിജൻ റിലീസ് ചെയ്യും. പിന്നെ ഗേഷ്യസ് എക്സ്ചേഞ്ച് കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർപ്ഷൻ ഒക്കെ എങ്ങനെ ഏതിലൂടെ നടക്കണ ലീവ്സിൽ പ്രസന്റ് ചെയ്ത ചെറിയ ഡോട്ട്സിലൂടെയാണ് അത് നടക്കുന്നത്. ആ പോർസിന് എന്താ പറയുക? സ്റ്റൊമാറ്റ. Release water from plants to the atmosphere. Draw the picture of the stomata you have observed through the microscope and write an activity on the science diary. Observe the plant around us. അപ്പോൾ നമ്മൾ ചുറ്റുമുള്ള ചെടികളൊക്കെ ഒന്ന് നിരീക്ഷിക്കുക. On which part of the plants does the sunlight fall more? ഏത് ഭാഗത്താണ് സൂര്യപ്രകാശം കൂടുതലായിട്ട് തറയ്ക്കുന്നത്? Are leaves of plants arranged so as to get maximum sunlight? Plants ഒക്കെ നമ്മൾ സൺലൈറ്റ് കിട്ടത്തക്ക വിധമാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? Write the result of the observation in the science diary. അപ്പോൾ ഇതൊക്കെ എവിടെയാണ് എഴുതേണ്ടത്? സയൻസ് ഡയറിയിൽ എഴുതുക. Chlorophyll. Chlorophyll ഏതാ? The green colored pigment seen in plants. അല്ലേ? പ്ലാന്റ്സിൽ ആ ഗ്രീൻ കളർ കൊടുക്കുന്നത് എന്താണ്? ക്ലോറോഫിൽ ആണ്. Chlorophyll absorbs the sunlight needed for. അപ്പോൾ ഫോട്ടോസിന്തസിന് ആവശ്യമായ സൂര്യപ്രകാശം എന്തിന്റെ സഹായത്തോടെയാണ് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നത്? It is due to chlorophyll, presence of chlorophyll. It is present more in the leaves. ലീവ്സിലാണ് കൂടുതലായിട്ട് കാണുന്നത്. Are all leaves green in color? എല്ലാ ചെടികളും പച്ച നിറമാണോ? Haven't you seen the red amaranthus? Does photosynthesis take place in them? ചുവന്ന അമരാന്തസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ടോ? ട്രൈ ദിസ് എക്സ്പെരിമെന്റ്. അപ്പൊ അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പരീക്ഷണം ചെയ്യണം. അതിനാവശ്യമായത് മെറ്റീരിയൽസ് റിക്വയർഡ്. ലീഫ് ഓഫ് റെഡ് അമരാന്തസ്, ബ്ലോട്ടിംഗ് പേപ്പർ. അമരാന്തസ് ചെടിയുടെ ഇല വേണം, പിന്നെ ബ്ലോട്ടിംഗ് പേപ്പറും വേണം. റബ് ദ ലീഫ് ഓഫ് റെഡ് അമരാന്തസ് ഓൺ ദ ബ്ലോട്ടിംഗ് പേപ്പർ. അപ്പൊ ഈ ബ്ലോട്ടിംഗ് പേപ്പറിലേക്ക് ഈ ചുവന്ന ഇല വന്നിട്ട് ഒന്ന് ഉരയ്ക്കുക. ഒബ്സർവ് ദ കളർ ചേഞ്ച്. എന്നിട്ട് അതിൽ കളർ മാറ്റം ശ്രദ്ധിക്കുക. Write down the notes of the experiment in your science diary. അപ്പോൾ ഇത് എവിടെ എഴുതേണ്ട? സയൻസ് ഡയറിയിൽ എഴുതി വെക്കുക. Did you realize that red amaranthus has chlorophyll? Red amaranthusന് chlorophyll ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? So if so, what could be the reason for its red color? അപ്പൊ ഇപ്പൊ ഈ ഇത് ചെയ്തപ്പോൾ നമ്മൾ എന്താ അതിന് ക്ലോറോഫിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കി. അപ്പൊ ഇത് അറിയാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഗ്രീൻ കളറിന് റെഡ് കളറിന് കാരണം? ഡിഫറെന്റ് കളേഴ്സ്. ഒബ്സർവ് ദ പിക്ചർ. ഇത് നമ്മൾ ഈ പാരഗ്രാഫിൽ പഠിക്കുന്നുണ്ട്. ഒബ്സർവ് ദ പിക്ചർ. പിക്ചർ നോക്കുക. ബിസൈഡ്സ് ക്ലോറോഫിൽ, ക്ലോറോഫിൽ കൂടാതെ വേറെ പിഗ്മെന്റ്സും എന്തുണ്ട്? പ്ലാന്റ്സിലുണ്ട്. ഹെൻസ് ലീവ്സ് വിത്ത് പിഗ്മെന്റ്. അപ്പൊ ഇതിന് കളർ കൊടുക്കുന്നത് ഏതൊക്കെയാ? പിഗ്മെന്റ്. സാന്തോഫിൽ അപ്പിയർ യെല്ലോ ഇൻ കളർ. അപ്പൊ മഞ്ഞ നിറം, ചെടികൾക്ക് മഞ്ഞ നിറം വരാൻ കാരണം സാന്തോഫിൽ. ദോസ് വിത്ത് കരോട്ടീൻ അപ്പിയർ യെല്ലോയിഷ് കളർ. Yellowish orange, that is yellowish orange, it is given by carotene. Then and those with the anthocyanin, also red color given is anthocyanin. Are pigments present only in leaves? ഇലകളിൽ മാത്രമാണോ ഈ പിഗ്മെന്റ് ഒക്കെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്? In your science area, explain the reason for the red color of hibiscus and the yellow color of sunflower. അപ്പം നമ്മൾ ഇവിടെ എന്താ പഠിച്ചത്? സാന്തോഫിയലില് യെല്ലോ കളർ കൊടുക്കും, പിന്നെ കരോട്ടിൻ ആണെങ്കിലോ യെല്ലോയിഷ് ഓറഞ്ച് കളർ, ആന്തോസൈനിൻ ആണെങ്കിലോ റെഡ് കളർ കൊടുക്കും. Pigments give color to leaves, stems, flowers and fruits. അപ്പൊ pigments എന്തൊക്കെയാ give ചെയ്യണത്? കളർ ടു ലീവ്സ് അല്ലെ? ഇലകൾക്ക് കളർ കൊടുക്കും, സ്റ്റെമ്മിനും ഫ്ലവറും ഫ്രൂട്ട്സിനൊക്കെ. Listen to what Baidu said to his teacher. Teacher, I have grown some plants in my bedroom. We want there be enough oxygen released by the plants in the house. അപ്പൊ അവൻ ടീച്ചറോട് പറയുന്നത് എന്താണ്? ബെഡ്റൂമിൽ ഞങ്ങൾ നിറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് നിറച്ച് ഓക്സിജൻ ഞങ്ങളുടെ റൂമിൽ നിന്ന് കിട്ടുമോ ചോദിക്കുക. What is the response to what Baiju said? അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് എന്താ ബൈജുയുടെ ചോദ്യത്തിന്? Is there any benefit in growing plants inside the house? ചെടികൾ അകത്ത് വളർത്തുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? Will such an arrangement be helpful to get oxygen during the night? ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ചെയ്തതുകൊണ്ട് രാത്രി നമുക്ക് ധാരാളം ഓക്സിജൻ ലഭിക്കുമോ? റെക്കോർഡ് യുവർ ഒപ്പീനിയൻ. ഇതൊക്കെ ഇതിന്റെ സജഷൻസ് ഒക്കെ നിങ്ങൾ ഇവിടെ സയൻസ് ബുക്കിൽ എഴുതി വെക്കുക. ഫോട്ടോസിന്തസിസ് ആൻഡ് റെസ്പിറേഷൻ. ഫോട്ടോസിന്തസിസും റെസ്പിറേഷനെ കുറിച്ചാണ് പറയുന്നത്.
ഫോട്ടോസിന്തസിസിൽ എന്താ ചെയ്യുന്നത്? ചെടികള് അറ്റ്മോസ്ഫിയറിന് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തിട്ട് ഓക്സിജൻ റിലീസ് ചെയ്യും അല്ലേ? റെസ്പിറേഷന്റെ സമയത്തോ this oxygen will be taken by the animal and the released carbon dioxide will reach in the atmosphere. Observe the picture. Do plants release only oxygen? എല്ലാ സമയത്തും പ്ലാന്റ്സ് ഓക്സിജൻ മാത്രമാണോ റിലീസ് ചെയ്യണത്? ഈസ് ഫോട്ടോസിന്തസിസ് പോസിബിൾ അറ്റ് നൈറ്റ്? ഫോട്ടോസിന്തസിസ് രാത്രി കാലങ്ങളിൽ നടക്കാറുണ്ടോ? എന്തുകൊണ്ട്? What is the process that takes place during the day and night in all organs including plants? അപ്പൊ ഏത് പ്രോസസ് ആണ് രാത്രിയും പകലും നടക്കുന്നത് അല്ലെ? ചെടികളിലൊക്കെ ഏത് പ്രോസസ് ആണ് നടക്കുന്നത്? Does a person who sleeps under a tree during the night receive more oxygen? അപ്പൊ രാത്രി ഒരാൾ മരത്തിന്റെ ചോട്ടിൽ കിടക്കുന്ന ഒരാൾക്ക് കൂടുതൽ ഓക്സിജൻ ലഭ്യമാണോ? ഇതൊക്കെ നിങ്ങളുടെ സയൻസ് ബുക്കിൽ എഴുതണം. When green plants carry out photosynthesis during daytime, carbon dioxide is absorbed and oxygen is released. അപ്പം ഈ പച്ച ചെടികളൊക്കെ ഫോട്ടോസിന്തസിസ് പകൽ സമയം നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യും, ഓക്സിജൻ റിലീസ് ചെയ്യും ചെയ്യുന്നു. ഫോട്ടോസിന്തസിസ് ഡസ് നോട്ട് ടേക്ക് പ്ലേസ് അറ്റ് നൈറ്റ്, ഓക്സിജൻ ഇസ്. അപ്പോൾ ഫോട്ടോസിന്തസിസ് രാത്രികൾ, ഇതാണ് നമ്മൾ ആ റൂമുകളിൽ ചെടി വെക്കരുത് എന്ന് പറയുന്നത് അല്ലെ? ഫോട്ടോസിന്തസിസ് എന്താണ്? ഡസ് നോട്ട് ടേക്ക് പ്ലേസ് ഇൻ നൈറ്റ്. അപ്പോൾ എന്താ? ഓക്സിജൻ റിലീസ് ചെയ്യാറില്ല. ഓൾ ഓർഗാനിസം ഇൻക്ലൂഡിംഗ് പ്ലാന്റ്സ് റെസ്പയർ ഡേ ആൻഡ് നൈറ്റ്. എല്ലാ ജീവജാലങ്ങളും എന്താണ്? ഡേ ആൻഡ് നൈറ്റിൽ റെസ്പയർ ചെയ്യാറുണ്ട്. ഓക്സിജൻ ഈസ് ടേക്കൺ ഇൻ. റെസ്പിറേഷനിൽ എന്താ സംഭവിക്കുക? ഓക്സിജൻ ടേക്കൺ ഇൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഗിവൺ ഔട്ട് അറ്റ് ഓൾ ടൈം. A place to live. This is the science diary note of Safia who went on a study tour. അപ്പോൾ സഫിയയുടെ ഒരു ഡയറിയാണത്, ഡയറി കുറിപ്പ്. എന്താ അത് എഴുതിയിരിക്കുന്നത്? സ്കൂളിൽ നിന്ന് സ്റ്റഡി ടൂർ പോയത്. ഡിഫറെന്റ് വെറൈറ്റി ഓഫ് ഓർക്കിഡ്സ്. ടുഡേ വി വെന്റ് ഓൺ എ സ്റ്റഡി ടൂർ ഫ്രം സ്കൂൾ. അപ്പൊ സ്കൂളിൽ നിന്ന് ഒരു സ്റ്റഡി ടൂർ പോയിരിക്കുകയാണ്. ദ ഓർക്കിഡേറിയം അട്രാക്റ്റഡ് മീൻ ദ മോസ്റ്റ്. അപ്പൊ ഓർക്കിഡുകളുടെ കുറിച്ചുള്ള പഠനം എന്നെ വളരെയധികം ആകർഷിച്ചു. ഓർക്കിഡിയം ഈസ് എ ഗാർഡൻ വെർ ഓർക്കിഡ്. അപ്പൊ ഇതെന്താ? ഗാർഡൻ വെർ ഓർക്കിഡുകൾ ധാരാളം വളർത്തുന്നതാണ് ഓർക്കിഡേറിയം എന്ന് പറയുന്നത്. ഹൗ ബ്യൂട്ടിഫുൾ ആർ ഓർക്കിഡ് ഫ്ലവേഴ്സ്. ഓർക്കിഡ് ഫ്ലവേഴ്സ് ഒക്കെ എന്ത് ഭംഗിയാണ്. വാട്ട് സർപ്രൈസ്ഡ് മീ വാസ് ദ വേ ദീസ് പ്ലാന്റ്സ് ആർ ബീയിങ് നർച്ചേർഡ്. അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എന്തെന്നാൽ ഇത് എങ്ങനെയാണ് ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ദേ ആർ ഗ്രോൺ ഓൺ ഹാങ്ങിങ് വുഡ് പ്ലാന്റ്സ് ടൈഡ് വിത്ത് മെറ്റീരിയൽ ലൈക്ക്. അപ്പൊ തൂക്കി വെച്ചിരിക്കുകയാണ്. എന്തിലാണ്? ഈ ചകിരിയും ഒക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് പ്ലാന്റ്സിനെ വളർത്തിയിരിക്കുന്നത്. സം ഗ്രോസ് ഓൺ ബ്രാഞ്ചസ് ഓഫ് ട്രീ. ചിലത് മരത്തിന്റെ വള്ളികളിൽ തൂക്കി വെച്ചിട്ടുണ്ട്. ദേ ഡു നോട്ട് റിക്വയർ എന്ത് സോയിൽ ടു ഗ്രോ. മണ്ണ് ആവശ്യമില്ല അവർക്ക് വളരാൻ. വാൻഡ ഈസ് എ കോമൺ ടൈപ്പ് ഓഫ് ഓർക്കിഡ് സീൻ ഇൻ അവർ ലൊക്കാലിറ്റി. അപ്പൊ വാൻഡ എന്ന് പറയുന്നതും ഒരു തരത്തിലുള്ള ഒരു ഓർക്കിഡാണ്. Look at the picture. Observe its thick roots. അപ്പോൾ വേരുകൾക്കൊക്കെ നല്ല ബലമാണ് അല്ലെ ഓർക്കിഡ്സിന്റെ. These roots have certain peculiarity. എന്ത് peculiarity? They absorb moisture from the atmosphere. അന്തരീക്ഷത്തിലുള്ള ഈർപ്പം അവർ വലിച്ചെടുക്കും. That is why the plants can grow even without. അതുകൊണ്ടാണ് മണ്ണില്ലാതെയും അവർക്ക് വളരാൻ സാധിക്കുന്നത്. These plants depend on other plants for their shelter. അപ്പൊ എന്താ ചെയ്യണം അവര്? മറ്റു പ്ലാന്റിനെ ആശ്രയിക്കുകയാണ്. എന്തിനാണ്? ആവാസത്തിന് വേണ്ടിയിട്ട്. സോ ആ പ്ലാന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? എപ്പിഫൈറ്റ്സ്. വാൻഡ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എപ്പിഫൈറ്റ്സ്. പ്ലാന്റ്സ് വിച്ച് ഡിപെൻഡ് ഓൺ അതർ പ്ലാന്റ്സ് ഫോർ their shelter are known as epiphytes. Have you understand which category of plants do orchid belong? Orchid ഏത് കാറ്റഗറിയിലാണ് പെടുക എന്ന് മനസ്സിലായോ? Will the presence of epiphytes affect the host plants adversely? അപ്പൊ ഈ എപ്പിഫൈറ്റ് ഉള്ളത് കൊണ്ട് താങ്ങുമരത്തെ എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുമോ? Discuss and note the findings in your science diary. Parasitic plants. Haven't you seen the loranthus that grows on the mango tree? Is the growth of loranthus on the mango tree beneficial? ഇതിൽ കണ്ണികളില്ലേ? അതൊക്കെ ഈ ചെടികൾക്ക് നാശമാണോ? ആ മരത്തിനൊക്കെ നാശമാണോ എന്നാണ് ചോദിക്കുന്നത്. Even though loranthus has leaves and roots, it prepares after absorbing water and minerals from the host plant. അപ്പൊ അതെന്താ ചെയ്യുന്ന ലോറാന്തസ്? ഹോസ്റ്റ് പ്ലാന്റ് ഏത് പ്ലാന്റിലാണ്, ചെടിയിലാണോ അത് വസിക്കുന്നത്, അതിന്റെ ഭക്ഷണവും വെള്ളവും അത് വലിച്ചെടുക്കും. Cuscuta is a light yellowish green climber which spreads over a plant. Does the climber bring any harm to the host plant? The same way another plant named Cuscuta, it is also spread over the other plant. Some plants absorb food from the plants on which. ചില പ്ലാന്റ്സ് എന്ത് ചെയ്യും? ഏതിലാണോ അത് വസിക്കുന്നത് അതിന്റെ ഭക്ഷണവും വെള്ളവും അത് വലിച്ചെടുക്കും. Rafflesia, the largest plant in the world, also belong to this. Rafflesia പറഞ്ഞാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലവർ, പൂവ്. Plant absorb water and minerals from the host plant and prepare their own food with the help of the leaves are known as semi-parasites. അപ്പൊ ചില ചെടികൾ എന്ത് ചെയ്യും? വെള്ളവും മിനറൽസും ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്, ഏത് ചെടിയിലാണ് വസിക്കുന്നത് അതിൽ നിന്ന് അത് വലിച്ചെടുക്കും ഭക്ഷണം പാകം ചെയ്യാൻ. അതിനെയാണ് നമ്മൾ സെമി പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ലോറാന്തസ്. Plants that absorb food directly from the host plant are called total parasites. Plants which absorb food directly from the host plants.
അതിനെയാണ് ടോട്ടൽ പാരസൈറ്റ്. അതിന്റെ എക്സാമ്പിൾ ആണ് കുസ്കുട്ട. ബോത്ത് സെമി പാരസൈറ്റ് ആൻഡ് ടോട്ടൽ ഇത് രണ്ട് പാരസൈറ്റ്സ് എന്താണ് ചെടികൾക്ക് നാശകരം സംഭവിക്കും. Observe parasitic plants and write the peculiarities and the harmful effects of the host plants in your science diary. From decomposed remains. Look at the pictures. The plants in this picture. These plants grow absorbing nutrition from decomposed matter. അപ്പോൾ ഈ പ്ലാന്റ്സ് എന്താണ് ചീഞ്ഞ സാധനങ്ങളിൽ നിന്നും വളരുന്നവയാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്താ പറയുക സാപ്രോഫൈറ്റ്സ് പറയും. നിയോഷ്യ മോണോട്രോപ്പ ആണ് എക്സാമ്പിൾസ്. ആർ യു ഫെമിലിയർ വിത്ത് ഫംഗൈ? ഒരു ഫംഗൈ ഗ്രോ ഫംഗൈ നിങ്ങൾക്ക് പരിചയമുണ്ടോ? എവിടെയാണ് അത് വളരുന്നത്? Soak a piece of bread in water and keep it aside. അതായത് ബ്രെഡ് നനച്ച് വെച്ചിട്ട് വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. ഒബ്സർവ് ഇറ്റ് ത്രൂ എ ഹാൻഡ് ലെൻസ് ആഫ്റ്റർ 2 days. 2 ദിവസത്തിന് ശേഷം ലെൻസ് കൊണ്ടൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. അപ്പൊ നമ്മൾ എന്താ കാണുന്നത്? ഫംഗൈ ഗ്രോയിങ് ഓൺ ബ്രെഡ്, പിന്നെന്താ പിക്കിൾ എക്സെട്ര ആർ കോൾഡ്. ബ്രെഡിലും പിക്കിളിലൊക്കെ വളരുന്ന ആ ഫംഗൈനെയാണ് നമ്മൾ എന്തെന്ന് പറയാ സാപ്രോഫൈറ്റ്സ് എന്ന് പറയാ. ഡു നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ് ഓഫ് ഒരു പ്ലാന്റ് ഗ്രൂപ്പിൽ പെട്ടതല്ല. മഷ്റൂം പോപ്പിംഗ് ഔട്ട് ലൈക്ക് അംബ്രലാസ് ആർ ഫെമിലിയർ സൈറ്റ്. ഓൾസോ that is belong to a group of fungi. Mushrooms കണ്ടിട്ടില്ലേ നമ്മൾ കുട പോലെ നിൽക്കുന്ന ചെടികൾ, അവരെന്താണ് അതും ഫംഗൈയുടെ ഗ്രൂപ്പിൽ പെട്ടതാണ്. വേറെ മഷ്റൂംസ് ഫൗണ്ട്, do they differ in color, size, etc. Write this on your science diary. Then we have been discussing some of the plants that depend on other plants for food and shelter. What are the pepper vine that grows on other plants? What does it do so? നമ്മൾ കണ്ടിട്ടില്ലേ കുരുമുളക് വള്ളികളൊക്കെ വേറെ ചെടികളെ ആശ്രയിച്ചിട്ടാണ് വളരുന്നത്. ഡിഫറെന്റ് ഐറ്റം. ഇതിൽ എന്താ ഉള്ളത്? പലതരത്തിലുള്ള പച്ചക്കറികളാണ് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. വിസിറ്റ് എ വെജിറ്റബിൾ ഗാർഡൻ. It is visit a vegetable garden. What are the different kinds of plants found there? പലതരത്തിലുള്ള ചെടികൾ നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട് അല്ലേ? Which are the plants that are provided with support to climb up? അപ്പൊ അവർ പൊന്തി വരാൻ വേണ്ടിയിട്ട് ഏതൊക്കെ പ്ലാന്റ്സ് ആണ് അതിനെ സഹായിക്കുന്നത്? വാട്ട് ആർ ദ പ്ലാന്റ്സ് ദാറ്റ് സ്പ്രെഡ് ആൻഡ് ഗ്രോ ഓൺ ദ ഗ്രൗണ്ട്? നിലത്തൂടെ വളരുന്ന പ്ലാന്റ് ഏതൊക്കെയാ? റൈറ്റ് ദ ഒബ്സർവേഷൻ ഇൻ ദ സയൻസ് ഡയറി. ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ സയൻസ് ബുക്കത്തിൽ രേഖപ്പെടുത്തുക. ഒബ്സർവ് ദിസ് പിക്ചർ. ഈ പിക്ചർ ഒന്ന് നോക്കൂ. യു ക്യാൻ സീ സ്പ്രിംഗ് ലൈക്ക് പാർട്സ് ഇൻ ദ ആഷ് ഗൗഡർ വൈൻ. വാട്ട് ആർ ദേ ഫോർ? ദാറ്റ് ഈസ് സ്പ്രിംഗ് ലൈക്ക് ഭാഗം കാണാം അല്ലെ? ചെടികളിൽ പറ്റിപ്പിടിച്ച് വളരാൻ വേണ്ടിയിട്ടാണ് ടെൻഡ്രിൽസ് പ്ലാന്റിന് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്പ്രിംഗ് ലൈക്ക് പാർട്സ് ഏതിലുള്ളത്? പടവലങ്ങ, പിന്നെ ഇതിലൊക്കെ ഇല്ലേ മത്തങ്ങ, അതിലൊക്കെ കുമ്പളങ്ങ, ഇതിലൊക്കെ കാണുന്ന ആഷ് ഗാർഡ്സ്, അതിലൊക്കെ കാണുന്ന സ്പ്രിംഗ് ലൈക്ക് പാർട്സ്. പെപ്പർ വൈൻ കുരുമുളക് വള്ളികൾ, പിന്നെ സ്നേക്ക് ഗാർഡ് പടവലങ്ങ, ബിറ്റർ ഗാർഡ് കൈപ്പയ്ക്ക, ഗ്ലോസോറിയ ഇതിലൊക്കെ നമ്മൾ കാണാറുണ്ട്. സെർച്ച് ഫോർ സിമിലർ പ്ലാന്റ്സ് ഇൻ യുവർ സറൗണ്ടിങ്സ് ആൻഡ് റെക്കോർഡ് ദെയർ പെക്യുലാരിറ്റീസ്. അപ്പൊ നമ്മുടെ ചുറ്റുപാടുമുള്ള ഈ പ്ലാന്റ്സിനെയൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. Climbers are weak stemmed plants. So the weak stem plant, they are known as the climbers. They climb on other plants with the support. അപ്പോൾ എങ്ങനെയാ other plants like climb ചെയ്യുക? With the help of the spring like parts, that is known as the tendrils. Some plants have clinging roots for this purpose. അപ്പോൾ ചില പ്ലാന്റ്സിൽ എന്തുണ്ടാവും? ക്ലിങ്ങിങ് റൂട്ട്സ് ഉണ്ടാവും അല്ലെ? പ്ലാന്റ്സ് ലൈക്ക് പെപ്പർ, ബിറ്റർ ഗാർഡ് ആൻഡ് സ്നേക്ക് ഗാർഡ് ആർ എക്സാമ്പിൾ. പെപ്പർ, ബിറ്റർ ഗാർഡും സ്നേക്ക് ഗാർഡും ഇതിന് എക്സാമ്പിൾസ് ആണ്. പിന്നെ you might have seen in the sweet potato അല്ലെ? മധുരക്കിഴങ്ങ്. It is a weak stemmed plant. How does it grow? Does it have tendrils? എങ്ങനെയാണ് അത് വളരുന്നത്? അതിന് tendrils വല്ലതും ഉണ്ടോ? പിന്നെ creepers, weak stemmed plants that grow creeping on the ground. Creepers എന്ന് പറയുന്നത് creep on the ground അല്ലെ? ഗ്രൗണ്ടിൽ വളരുന്നതിനെയാണ് എന്ത്? ക്രീപ്പ് ചെയ്ത് വളരുന്നതിനെയാണ് എന്ത്? creepers എന്ന് പറയാം. Sweet potato, hydrocotyl, strawberry, they are the example. These plants do not possess tendrils or clinging roots. അതായത് അതിന് വള്ളികൾ പോലും ഇല്ല അല്ലെ? നിലത്ത് വളരുകയാണത്. ഒബ്സർവ് ദ ക്രീപ്പേഴ്സ് ആൻഡ് ക്ലൈംബേഴ്സ് അറൗണ്ട് us. നമ്മുടെ ചുറ്റുപാടുമുള്ള ക്രീപ്പേഴ്സും ക്ലൈംബേഴ്സിനെയും ഒക്കെ നമ്മളൊന്ന് നിരീക്ഷിക്കുക. ഡൈവേഴ്സിറ്റി ഇൻ റൂട്ട്സ്. വേരുകൾ പലതരത്തിലുണ്ട്. ദ ബാനിയൻ ട്രീ ആലില്ലി, പിന്നെ സ്ക്രൂ പൈന മുള്ളുപോലത്തെ ചെടികൾ. ലുക്ക് അറ്റ് ദ പിക്ചർ. ഡു യു നോട്ടീസ് റൂട്ട്സ് ഗ്രോയിങ് ഡൗൺവേർഡ്സ് ഫ്രം ദ ബ്രാഞ്ചസ് ആൻഡ് ദ സ്റ്റെം? ദാറ്റ് ഈസ് ബ്രാഞ്ചിൽ നിന്നൊക്കെ വളരുന്ന റൂട്ട്സ് അല്ലെ? ബ്രാഞ്ചും സ്റ്റെമ്മും ഇതിൽ നിന്നൊക്കെ വളരുന്ന ശാഖകളിൽ നിന്നൊക്കെ വളരുന്ന റൂട്ട്സ്. ഹൗ ആർ ദിസ് റൂട്ട്സ് യൂസ്ഫുൾ ടു ദ പ്ലാന്റ്സ്? ഈ വേരുകളൊക്കെ എങ്ങനെയാണ് പ്ലാന്റ്സിനെ സഹായിക്കുക? ആർ ദർ സച്ച് പ്ലാന്റ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി? നിങ്ങളുടെ പരിസരത്ത് ഇതുപോലെ പ്ലാന്റ്സ് ഉണ്ടോ? Prop roots and still roots. Roots are used only to absorb water and minerals, but also to provide support to plants. Roots എന്തിനൊക്കെയാ സഹായിക്കുന്നത്? To absorb, വെള്ളം അബ്സോർബ് ചെയ്യാനും വെള്ളവും മിനറൽസും ധാതുക്കളും അബ്സോർബ് ചെയ്യാനും പിന്നെ അവർക്കൊരു ഉറപ്പ് നൽകാനും വേണ്ടിയിട്ടാണ് റൂട്ട്സിന്റെ ഡ്യൂട്ടി. Prop roots and still roots are roots seen above the soil to support the plants. അപ്പോൾ prop root ഉം still root എന്താണ്? വേരിന്റെ അടിയിൽ, ചെടിയുടെ അടിയിലല്ലേ കാണുന്നത്? It is above the soil, മണ്ണിന്റെ മുകളിൽ കാണുന്നതാണ്.
Roots seen in the banyan tree. Banyan tree കാലിലേക്കുള്ള റൂട്ട്സിന് എന്താണ് പറയുക? Prop roots. This root grow downwards from aerial branches. ശാഖകളിൽ നിന്ന് അവര് താഴേക്ക് വളരുന്നു. അതിനെയാണ് prop roots എന്ന് പറയുക. Look at the roots in screw pine. It is from the stem that the roots grow downwards. കൊമ്പിൽ നിന്നൊക്കെയാണ് എന്ത് ഇത് താഴേക്ക് പോകുന്നത്. അതിനെയാണ് stilt roots എന്ന് പറയുക. There are more diversity among roots. Roots തന്നെ പേരുകൾ തന്നെ പലതരത്തിലുണ്ട്. Mangroves. Mangroves are special kind of plants growing in marshy areas. അല്ലെ, ചതുപ്പ് നിലങ്ങളിലൊക്കെ വളരുന്ന plants ആണ് mangroves. The tip of the roots grow towards the atmosphere. അതിന്റെ ടിപ്പുകളില്ലേ അതെന്താണ് അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് നിൽക്കുകയാണ്. The roots that help in the gaseous exchange. അപ്പൊ റൂട്ട്സ് എന്താണ് gaseous വായുസഞ്ചാരത്തിന് ഹെൽപ്പ് ചെയ്യും. അതിനെയാണ് pneumatophores എന്ന് പറയാ. Collect more details and pictures of mangroves and prepare a journal. For storing food, observe the picture. Are in more edible tubers? Tubers are potato, tapioca, അതൊക്കെ ഇല്ലേ? Which of them sprouts when kept for some time? ഏതാണ് മുളച്ചു വരിക കുറച്ചു നേരം വെക്കുമ്പോഴേക്കും? Write down the guess in the science diary. Tapioca stores food in roots. Tapioca അല്ലെ കപ്പയൊക്കെ എന്താണ് വേരിലാണ് കാണുന്നത്. Roots that store food in this way are called. ഇങ്ങനെ വേരില് ഭക്ഷ്യയോഗ്യമായ വസ്തുക്കൾ കാണുന്നതിനെയാണ് സ്റ്റോറേജ് റൂട്ട്സ് എന്ന് പറയുക. All tubers are not. എല്ലാ tubers that is വേരിൽ ഉള്ളതിലെ എല്ലാം നമ്മൾ സ്റ്റോറേജ് റൂട്ട്സ് എന്നല്ല പറയാം. പൊട്ടറ്റോ ഇറ്റ് ഇസ് എ മോഡിഫൈഡ് സ്റ്റെം. സ്റ്റെമ്മിൽ നിന്ന് മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു രൂപമാണ് എന്ത് പൊട്ടറ്റോയിൽ കാണുന്നത്. Such stems are also seen in the soil are called. They are seen under the soil and are called underground stems. Classify the items given below into classify this into storage roots and underground stem. That is, these pictures are given. Diversity in the world of plants. The world of plants is full of പലതരത്തിലുള്ള ചെടികളും വസ്തുക്കളാണ് നമ്മുടെ ചുറ്റുപാടും കാണുന്നത്. Have you ever inquired about the plant diversity in your locality? നിങ്ങൾ എപ്പോഴെങ്കിലും ഈ പ്രകൃതി രമണീയമായ ഈ ചുറ്റുപാടുകൾ ഒന്ന് നിരീക്ഷിച്ചിട്ടുണ്ടോ? Examine the biodiversity register. എവിടുന്ന രജിസ്റ്റർ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുക? In the പഞ്ചായത്ത് ഓഫീസ് and in the prepare a table of plants. Observe these plants and write down the peculiarities. ഇതിനെ നിരീക്ഷിച്ച് ഇതിന്റെ പ്രത്യേകതകൾ എഴുതുക. Find out the significance as well. Prepare a report of your findings and present in the science club. എന്നിട്ട് ഈ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത ശേഷം നമ്മൾ എവിടെയാണ് പ്രസന്റ് ചെയ്യണത്? സയൻസ് ക്ലബിൽ പ്രസന്റ് ചെയ്യണം. Register after observing the plants in your school premises. A tree is provided. ചെടികൾ നമുക്ക് എന്തൊക്കെയാ പ്രൊവൈഡ് ചെയ്യണത്? ഇതില് കുറെ ഓർഗാനിസം ഇതിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. In what do they help plants? ഏതൊക്കെ വഴിയിലാണ് അതിൽ കൂടുകൂട്ടാൻ സഹായിക്കുന്നുണ്ട്? ക്ലൈംബ് ചെയ്യുന്നുണ്ട്. Many are seen. This picture do you see? ഈ പിക്ചറിൽ നമ്മൾ വേറൊരു കാഴ്ച എന്താ കാണുന്നത്? A woodcutter. It is coming to cut the plant. Cut the tree. Just imagine what would happen to the organisms if the tree. ഈ ചെടി വെട്ടിക്കളഞ്ഞ എന്തൊക്കെയാ സംഭവിക്കുക? നോക്കിയേ, കൂടുകൂട്ടിയിരിക്കണ കിളികൾ കൂടുകൂട്ടിയിരിക്കണു, പിന്നെ മനുഷ്യന്മാരെ റെസ്റ്റ് ചെയ്യണു. പല ജന്തുക്കൾക്കും ഇതൊരു ആവാസ കേന്ദ്രമാണ്. അതൊക്കെ നശിക്കുക ചെയ്യുക. Wonderful woodcutter walking towards a tree. Just imagine what would happen to organism if the tree is cut down. Isn't your responsibility to protect plants? What do we do in this regard? Organize events to create awareness in your locality. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും ഒരു ബോധവൽക്കരണം ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുക. About the significance of protecting trees. Take up such activities and implement. ഇങ്ങനത്തെ ആക്ടിവിറ്റീസിൽ പങ്കെടുത്തിട്ട് നമ്മൾ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് ബോധ്യപ്പെടുത്തണം. അപ്പൊ ഇത്രയുമാണ് ഈ പാഠഭാഗത്ത് നമ്മൾ പഠിച്ചത്. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.